ഹലോ കൂട്ടുകാരെ, മലയാളി ബ്ലിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹുദൈറത്ത് ബീച്ചിലാണ്. ഞാൻ കൈയും കാലമൊക്കെ ഇട്ട് ആക്ഷൻ കാണിക്കുന്നത് നിങ്ങളെല്ലാവരും വിളിക്കുവാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ടാലോ? എല്ലാവരും വായോ. ഈ ബീച്ചിലേക്ക് കയറാൻ വേണ്ടി പല എൻട്രൻസും ഉണ്ട്. പക്ഷേ ഞങ്ങൾ കാർ ഇവിടെ പാർക്ക് ചെയ്ത് അതിന് നിയറായിട്ടുള്ള എൻട്രൻസ് വഴിയാണ് കയറുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടത് കുറേ ബോളുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഒന്ന് നോക്കുവാണ്, ഇത് വല്ല ഇളകുന്നതാണോ, മൂവ് ചെയ്യുന്നതാണോ, അത് ചുമ്മാ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ. താഴെയുള്ള ചില ബോളുകളൊക്കെ ഇളകുന്നുണ്ട് കേട്ടോ. സെക്യൂരിറ്റി അവിടെ നിന്ന് നോക്കുന്നുണ്ട്. എനിക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തൊട്ട് നോക്കണം, ഒന്ന് കറക്കി നോക്കണം. അങ്ങനത്തെ പരിപാടിയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. റമദാൻ ആയതുകൊണ്ട് അവർ നല്ലതായിട്ട് അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മേളിൽ കണ്ടില്ലേ ലൈറ്റ്സ് പോലെ തൂങ്ങി കിടക്കുന്നത്, നല്ല ഭംഗിയായിരുന്നു. എക്സ്പെഷ്യലി നിങ്ങൾ നൈറ്റ് പോവുകയാണെങ്കിലുണ്ടല്ലോ വേറൊരു വൈബാണ് അവിടെ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു വൈബും റമദാൻ്റെ ലൈറ്റ്സ് ഒക്കെ വെച്ച് അവർ നല്ല സൂപ്പർബായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ ബീച്ചിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നടന്ന് എൻ്റെ കൂടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, പല പ്രത്യേകതകളുണ്ട്. അതായത് ഇൻഡോർ ഗെയിംസിനുള്ള കുറേ കാര്യങ്ങളും അതേപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടുള്ള ഗെയിംസിനുള്ള കുറേ കാര്യങ്ങൾ ഇവർ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബോട്ടിംഗ് പോകണമെങ്കിൽ ബോട്ടിംഗ് പോകാം. പിന്നെ ഇൻഡോർ പാർക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ളതുണ്ട്. പിന്നെ അതേപോലെ തന്നെ വോളിബോൾ കളിക്കേണ്ടവർക്ക് വോളിബോൾസ് കളിക്കാനുള്ളതുണ്ട്. പിന്നെ അതിനൊക്കെ തന്നെ ഇതിനകത്ത് ഔട്ട്ഡോർ ജിമ്മുണ്ട്. അങ്ങനെ കുറേ സജ്ജീകരണങ്ങളുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കണ്ട് പോയാലോ? അപ്പം ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ, ഇവിടെ പാർക്കുണ്ട്, ചെറിയ പാർക്കുകളുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ജിമ്മുണ്ട്, ഔട്ട്ഡോർ ജിമ്മുണ്ട്. അപ്പം നിങ്ങൾ ഫാമിലിയായിട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ലൈറ്റിംഗ് ഒക്കെ നല്ല ലൈറ്റിംഗ് ആണ്, നല്ല ക്ലൈമറ്റ് ആണ്. കാര്യം ഈ ഈവനിങ് ടൈം ആകുമ്പം എനിക്ക് അധികം കാറ്റായിട്ടൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ, അധികം തണുപ്പായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. അതേപോലെ തന്നെ ഇവിടെ സൈക്കിൾ പാർക്സ് ഉണ്ട്, സ്കേറ്റിംഗ് ചെയ്യേണ്ടവർക്ക് പ്രത്യേക സ്കേറ്റ് പാർക്കുണ്ട്. അതേപോലെ ബീച്ച് വോളിബോൾ കളിക്കേണ്ടവർക്ക് ഇവിടെ ബീച്ച് വോളിബോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾക്കിനിയും ചെറിയ കണ്ടോ ബനാന ബോട്ട്സ് ഒക്കെ കാണാൻ പറ്റുന്നില്ലേ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടൊരു ഇതാണ് നമ്മളിനിയും കാണാൻ പോകുന്നത് കേട്ടോ. അത് കണ്ടോ, അതായത് ആ സൈഡിൽ തന്നെ ഹുദൈറത്ത് നിന്ന് ഇവരിങ്ങനെ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. നല്ല അമേസിങ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. ഞാൻ നടന്ന് ടയേർഡായപ്പോൾ ഒരു കല്ല് കണക്കൊരു സംഭവം, അതൊക്കെ സിറ്റിംഗ് പ്ലേസസ് ആണ്, അവിടെ ഇരുന്നു. അപ്പം ഞാൻ നിങ്ങളെ ഇനിയും കാണിക്കാൻ പോകുന്നത് ഒരു നടപ്പാതയുണ്ട്. ആ നടപ്പാത വഴി നമ്മളിങ്ങനെ നടന്ന് പോയി അതിൻ്റെ എൻഡിലെത്തുമ്പം നമുക്ക് ഈ നടുക്ക് തന്നെ ഇങ്ങനെ ഒരു ഹുദൈറത്ത് എന്ന് പറഞ്ഞ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഇത് കണ്ടല്ലേ, അത് കാണാൻ പറ്റും. അവിടെ നിന്നുള്ള ആ ഒരു ചുറ്റുമുള്ള വ്യൂ എന്ന് വെച്ചാൽ നല്ല അമേസിങ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ കണ്ടോ ചെറിയ ബോട്ടുകളുണ്ട്, സ്പീഡ് ബോട്ട്സ് ഉണ്ട്, അല്ലാത്ത ബോട്ട്സുകളുണ്ട്, വലിയ ബോട്ടുകളുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ പാർട്ടി നടത്തണമെങ്കിലോ ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാർട്ടി നടത്തണമെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ ഒരു നടപ്പാത വഴി പോയിട്ട് അങ്ങ് കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, പക്ഷെ നമ്മളത് വെറുതെ നടന്ന് കാണിക്കാന്നതേ ഉള്ളൂ. കാര്യം അവിടെ ലൈറ്റ് ഇല്ല, അപ്പം നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പം നമുക്കൊരു ദിവസം രാവിലെ ഞങ്ങളിവിടെ വന്നിട്ട് വ്ലോഗ് എടുത്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം ഈ ബീച്ചിലേക്കുള്ള എൻട്രി ഫ്രീ ആണ്, നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. ആ കാണിച്ചിരിക്കുന്ന പ്രൈസ് ലിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടിങ്ങിൻ്റെയും അതിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ എമർജൻസി നമ്പേഴ്സ് ഒക്കെ ഈ ബീച്ചിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് നടന്ന് കാണാൻ പറ്റും. നമുക്ക് ഈവനിങ് ടൈമിൽ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ബെസ്റ്റ് ഒരു ബീച്ചാണ് ഹുദൈറത്ത് ബീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാര്യം എൻറ്റയർലി നമ്മളിതിനകത്ത് ഇൻവോൾവ് ആവും കേട്ടോ. റമദാൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയ സ്റ്റോൾസൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില ക്ലോത്ത്സിൻ്റെ, പിന്നെ ജ്വല്ലറീസിൻ്റെ, അതേപോലെ തന്നെ കോഫി ഷോപ്പ്, അങ്ങനെ ചെറിയ സ്റ്റോൾസ് അവർ ആക്കി വരുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാം അവിടെ അവരെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു റമദാൻ്റെ ലാസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേനും അത് ഫുള്ളായിട്ട് ഓപ്പൺ ആവുന്നു. അങ്ങനെ അവരൊരു കണ്ടോ ചെറിയൊരു കുഞ്ഞു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, റമദാൻ സോക്ക് എന്ന് വെച്ച്. അതായത് ഈ ഷോപ്സിനെല്ലാം കൂടെ ചേർത്താണ് പറയുന്നത്.
ഈ കടലിനകത്ത് കണ്ടില്ലേ നല്ല ഭംഗിയാണ്, എല്ലാ ബോട്ട്സ് ഇങ്ങനെ കിടക്കുന്നതും ആ ഹുദേറത്ത് നിന്ന് ഇങ്ങനെ എടുത്ത് എഴുതി വെച്ചിരിക്കുന്നതും. നമ്മൾ ആ നടപ്പാതയിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ 2 സൈഡിലും കടലാണ്, അതിന് നടുക്കായി നടപ്പാത എന്ന് വെച്ചാൽ അവിടെ നിന്ന് കഴിഞ്ഞൊരു പ്രത്യേകമുള്ളൊരു അമേസിങ് ആയിട്ടുള്ളൊരു ഫീലാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി രാത്രി ആയതുകൊണ്ട് നമ്മൾ അവിടെ വരെ പോയാലും നിങ്ങൾക്ക് കാണത്തില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ പോയത്. കണ്ടോ, റമദാൻ ആയതുകൊണ്ട് ആ ഒരു തീമിൽ ഇവരെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ കണ്ടോ, ഇൻഡോറായിട്ട് കളിക്കാൻ വേണ്ടിയുള്ള ഇതാണ്. ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുക ഈവനിങ് ആയതുകൊണ്ട്. ഇതിനെനിക്ക് തോന്നുന്നു എൻട്രി ഫീസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും നല്ലതായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള നല്ലതായിട്ടൊരു സജ്ജീകരണങ്ങളാണ് ഇവരാക്കി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇഷ്ടം പോലെ ഷോപ്സ് അതിനകത്തുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും കുറേ വെറൈറ്റീസ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് കയറി ഫുഡ് കഴിക്കാൻ പറ്റും. പക്ഷേ എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞങ്ങളൊരു ഷോപ്പിൽ കയറി ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കോൾഡ് സ്റ്റോണിൻ്റെ കമ്പയർ ടു ഞങ്ങൾ അബുദാബിയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം പ്രൈസ് തന്നെയായിരുന്നു കേട്ടോ. ബാക്കിയുള്ള ഷോപ്പുകളിൽ റെസ്റ്റോറൻറ്റ്സിൽ ഞങ്ങൾ കയറിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഈ പോകുന്ന വഴിക്കെല്ലാം കുട്ടി ഷോപ്പുകളുണ്ട്. നമുക്കവിടെ പൊട്ടാറ്റോ ചിപ്സ്, പിന്നെ അതൊക്കെ ഐസ്ക്രീംസ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം സ്നാക്സുകളെല്ലാം ലഭ്യമാണ് കേട്ടോ. അതേപോലെ തന്നെ കുട്ടികളെ എൻഗേജ് ചെയ്തിരിപ്പിക്കാൻ വേണ്ടി കണ്ടു ഇങ്ങനത്തെ ചെറിയ ചെറിയ ഗെയിംസിൻ്റെ സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. അവരെ നമ്മളിങ്ങനെ കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ഈ പാവയൊക്കെ തരും. അപ്പം നമുക്ക് ഈവനിങ് ടൈമിൽ കുട്ടികൾക്ക് അതൊരു ആക്ടിവിറ്റി കൂടെ ആവും, പ്ലേ ആക്ടിവിറ്റിയും കൂടെ ആവും. നല്ല ഒരു ഇതാണ്. കുഞ്ഞു സ്റ്റോൾസ് ഉണ്ട് കളിക്കാൻ പറ്റിയത്. അതൊക്കെ ഒരു വേറെ എക്സ്പീരിയൻസസ് ആണ്. അപ്പോൾ ബാക്കി നമുക്ക് കണ്ടാലോ. അപ്പോൾ കൂട്ടുകാരെ, ഓവറോൾ ഹുദൈറത്ത് ബീച്ചിലെ നൈറ്റ് വ്യൂ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ടില്ലെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ട് വരണം കേട്ടോ. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, നല്ല അമേസിങ് ആണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അയയ്ക്കുക. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ. അടുത്ത എപ്പിസോഡുകൾ പുതിയ വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. ബൈ.